റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തേ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യയജ്ഞത്തിന്റെ 178 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായി, കാസർഗോഡ് നിന്ന് പ്രേമസായിയാണ്. ഇന്ന് കോർഡിനേറ്റർ ഡോക്ടർ സതീഷ് കുമാർ ആയിരുന്നു. അദ്ദേഹം ഏതോ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ ഇന്ന് നമുക്ക് വേണ്ടി അനുഭവം പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ശ്രീമതി ശാന്തമ്മ, തിരുവനന്തപുരത്ത് പെരുമ്പഴുതൂർ സമിതിയിൽ നിന്നാണ്. ശാന്തമ്മയ്ക്ക് സ്വാഗതം. എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ സ്വാഗതം അരുളുന്നു. ഞാൻ നാമം ജപിച്ചിട്ട് ഞാൻ ഭഗവാന്റെ ഇത് പറഞ്ഞു കഴിയുമ്പം ശാന്ത വീഡിയോയും ഓഡിയോയും ഓൺ ചെയ്തിട്ട് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഓ സാईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സായിരാം. ശാന്ത വീഡിയോയും ഓഡിയോ ഓൺ ചെയ്തോളൂ. കുറച്ച് വായിച്ചിട്ട് ബാക്കി കൂടുതൽ സമയം ഇന്ന് നമ്മുടെ പുട്ടപർത്തിയിൽ നടന്ന യജ്ഞമുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു സൈഡ് ബൈ സൈഡായിട്ട് വേറൊരു യജ്ഞം കൂടെ അവിടെ നടന്നിരുന്നു, ശിവലിംഗത്തിന്റെ വെച്ചിട്ട്. അതിനെ പറ്റിയുള്ള അനുഭവങ്ങളാണ് ശ്രീമതി ശാന്തമ്മ നമ്മളോട് പറയാൻ പോകുന്നത്. സായിരാം. സായിരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സർവേശ്വരനായ ഭഗവാന്റെ ദിവ്യ കമല ചരണങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറയാൻ പോകുന്ന വാക്കുകൾക്കായി അവിടുത്തെ അനുവാദവും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. പാരായണം ചെയ്ത 1969 ഫെബ്രുവരി ശിവരാത്രി നാളിൽ ഭഗവാൻ ചെയ്ത ഒരു പ്രഭാഷണം. ഇത് എടുത്തിട്ടുള്ളത് ശ്രീ സത്യസായി വാണി 9ാം ഭാഗത്തിൽ നിന്നാണ്. പാരായണം തുടങ്ങുകയാണ്. ഓരോ വർഷവുമുള്ള മഹാശിവരാത്രി മാത്രമല്ല നമുക്കുള്ളത്. ശിവാരാധനയ്ക്ക് മാസം തോറും നമുക്ക് ശിവരാത്രിയുണ്ട്. പക്ഷേ ഈ രാത്രിക്കുള്ള പ്രാധാന്യമുണ്ട്. രാത്രി വാഴുന്നത് ചന്ദ്രനാണ്. ചന്ദ്രന് 16 കലകളാണ്. ഓരോ ദിവസവും രാത്രിയിൽ കൃഷ്ണപക്ഷത്തിൽ ഓരോ കല കുറഞ്ഞു വരുന്നു. അങ്ങനെ കറുത്ത വാവുനാൾ ചന്ദ്രൻ പൂർണ്ണമായും മറയുകയും ചെയ്യുന്നു. അവിടുന്ന് പിന്നെ ഓരോന്നായി 16 കലകളും ഓരോ രാത്രിയും കൂടി ചേർന്ന് വെളുത്ത വാവന പൂർണ്ണ ചന്ദ്രൻ രൂപം കൊള്ളുന്നു. ചന്ദ്രനാണ് മനസ്സിന്റെ അതിദേവൻ. മനസ്സ് ചന്ദ്രനെ പോലെ വൃദ്ധി പ്രാപിക്കുന്നു, ക്ഷയിക്കുന്നു. പരമപുരുഷന്റെ മാനസത്തിലാണ് ചന്ദ്രൻ ജനിച്ചത്. ശിവലിംഗാവിഷ്കരണം എൻ്റെ പ്രകൃതി ശക്തിയുടെ ഭാഗമാണ്. ശിവലിംഗം ബഹിർഗമിക്കുന്നത് പ്രാർത്ഥനയുടെയും ഈശ്വരകാരുണ്യത്തിൻ്റെയും ഫലമായാണ്. നിങ്ങൾ ഈ സംഭവത്തിൽ അംഗീകരിക്കേണ്ടത് ദിവ്യത്വത്തിന്റെ ക്ഷണപ്രഭയും അനന്തമായ ഈശ്വരകൃപയുമാണ്. ഓം ഈശ്വരന്റെ ശബ്ദസജ്ഞയാണെന്നതുപോലെ ശിവലിംഗം ദൈവത്തിന്റെ ദൃശ്യസജ്ഞയാണ്. ഏറ്റവും അർത്ഥപൂർണം, ലളിതം. ഈ ജഗത്ത് എന്തിൽ ലയം പ്രാപിക്കുന്നുവോ അതാണ് ശിവലിംഗം. എല്ലാ രൂപങ്ങളും അന്ത്യത്തിൽ അരൂപിയിൽ ലയിക്കുന്നു. എല്ലാ നാമങ്ങളുടെയും രൂപങ്ങളുടെയും അസ്തിത്വത്തിന്റെയും വ്യക്തികളുടെയും സംഹാരത്തിന്റെ മൂലതത്വം ശിവനാണ്. അതുകൊണ്ട് ശിവലിംഗമാണ് ഉദയത്തിന്റെയും ലയനത്തിന്റെയും ലളിത രൂപം. ശാസ്ത്രങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും സങ്കല്പിച്ചിരുന്ന രൂപത്തിന് ആഴത്തിലുള്ള പ്രാധാന്യമുണ്ട്. മനുഷ്യ ഭാഷയിൽ കാള എന്ന് പറയുന്ന മൃഗത്തിന്റെ പുറത്ത് ശിവൻ സവാരി ചെയ്യുന്നില്ല. കാള ദൃഢതയുടെ രൂപമാണ്. അതിൻ്റെ കാലുകൾ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നിവയാണ്. ശിവന് 3 കണ്ണുകളാണ്. ത്രികാലങ്ങൾ അറിയുന്നതിന്
ഭൂതം വർത്തമാനം ഭാവി. ശിവന്റെ മേലങ്കി പരിക്കൻ തോലാണ്. പ്രാകൃതവും മൃഗതുല്യവുമായ ലക്ഷണമാണിത്. ശിവൻ ഇതിനെ പാടെ നശിപ്പിക്കുന്നു. അവ ഫലശൂന്യമായി തീരുന്നു. ശിവന്റെ 4 ഭാവങ്ങൾ ശാന്തം, രൗദ്രം, മംഗളം, ഉത്സാഹം എന്നിവയാണ്. ജീവിതകാലം മുഴുവൻ വിഭുവിന്റെ സുസ്ഥിര സാന്നിധ്യത്തിൽ കഴിയുക, യത്നിക്കുക. അതാണ് മുഖ്യമായത്. അതാണ് നശ്വര ജീവികൾക്ക് ഒഴിവാക്കാനാവാത്ത പരമധർമ്മം. നിങ്ങൾ തേടുന്ന ആനന്ദമെല്ലാം നിങ്ങൾ തന്നെയുണ്ട്. പക്ഷേ നിറയെ ധനം ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിച്ചിട്ട് അതിന്റെ താക്കോൽ എവിടെയെന്ന് അറിയാത്തവനെ പോലെ വിഷമിക്കുകയാണ്. ശ്രദ്ധിച്ച് ബോധനങ്ങൾ കേൾക്കൂ. ധ്യാനത്തിന്റെ നിശബ്ദതയിൽ അവയെപ്പറ്റി ചിന്തിക്കൂ. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രീതിയിൽ അനുഷ്ഠാനങ്ങൾ നടത്തൂ. അപ്പോൾ താക്കോൽ നിങ്ങൾക്ക് ലഭിക്കും. നെഞ്ചു തുറക്കൂ, ധന്യത നേടൂ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരിലും പ്രേമം കുടികൊള്ളുന്നു. ആ പ്രേമമാണ് ഈശ്വരൻ. അവരിൽ കുടികൊള്ളുന്ന ഈശ്വരന്റെ ജ്യോതിർബിന്ദു എത്ര ചെറുതും ക്ഷണികമെങ്കിലും അവർക്കും ആനന്ദമുണ്ട്. അത് ദൈവികതയുടെ സ്ഫുരണമാണ്. ഓരോ ശ്വാസത്തിലും ഇപ്പോഴും നിങ്ങൾ സ്പഷ്ടമായി പറയുന്നു, സോഹം, ഞാൻ അവനാകുന്നു. നിങ്ങൾ മാത്രമല്ല, ശ്വസിക്കുന്ന എല്ലാ ജീവിയും, ജീവിക്കുന്ന ഓരോ ജീവിയും, നിലനിൽക്കുന്നതെല്ലാം തന്നെ ഇത് വ്യക്തമാക്കുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ വിശ്വസിക്കുക. ആ മഹാസത്യത്തിൽ ധ്യാനമുറപ്പിച്ച് ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ സാവകാശം ഞാനും അവനും സാ അഹം അടുത്തടുത്ത് വരുന്നു, വേർപെടുന്നു. സോഹം ഓമായി രൂപാന്തരപ്പെടുന്നു. നാം ഓം എന്ന പ്രണവമന്ത്രം മൗലിക ശബ്ദം, ഈശ്വരന്റെ അടിസ്ഥാന സൂത്രസജ്ഞ. ഓം എന്നത് സ്വസ്വരൂപമാണ്, ആപേക്ഷിക സത്യങ്ങളുടെ പിന്നിലുള്ള വാസ്തവികത്വം. പാരായണം അവസാനിച്ചു. സായിരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഫെബ്രുവരി 14 തുടങ്ങി 25 കൂടി പ്രശാന്തി നിലയത്തിൽ അതിരുദ്ര മഹായജ്ഞം നടന്നത് നമ്മൾ കുറേ പേരെങ്കിലും നേരിട്ടും മറ്റുള്ളവർ എല്ലാവരും തന്നെ യൂട്യൂബിലൂടെയും നമ്മൾ കണ്ട് അനുഭവിച്ചതാണ്. അതിൻ്റെ ഒരു പ്രഭാവം 6 മണിക്ക് തുടങ്ങി 7 മണി വരെ ആവാഹനം, അഭിഷേകം, വേദമന്ത്രങ്ങളുടെ ഘോഷണം, 7 മണി തൊട്ട് 10:30 വരെ ഏകാദശ രുദ്രജപം, അത് കഴിഞ്ഞ് ശ്രീ രുദ്രഹോമം, പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഋത്തിക്കൻ്റെ ദേവതത്തെക്കുറിച്ചുള്ള ചെറിയൊരു പ്രഭാഷണം, ഭജന, മഹാമംഗളാരതി. ഇതായിരുന്നു രാവിലത്തെ സെഷൻ. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ടത് ഇതാണ്. പക്ഷെ ഒരു വ്യത്യാസം കണ്ടത്, നമ്മളെ ഇവിടെ ഏകാദശി രുദ്രം ജപിക്കുമ്പോൾ അങ്ങ് വെറുതെ മുഴുവൻ ജപിച്ചുകൊണ്ട് പോകണം ഒറ്റയടിക്ക്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആരതിയുണ്ട്. ആരതി കഴിഞ്ഞിട്ട് ആചാര്യൻ അത് ആർക്ക് വേണ്ടിയാണ് സമർപ്പിക്കണമെന്നും കൂടെ പറയും. അതൊരു വലിയ ടച്ചിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് മാത്രം അതെടുത്ത് പറഞ്ഞതാണ്. എന്നാൽ ഇതിനിടയിൽ ഫെബ്രുവരി 17 അവിടെ അതിമഹത്തമമായ ഒരു പൂജ നടന്നു. അതിൻ്റെ പേര് അഷ്ടോത്തര ശതസഹസ്ര സായീശ്വര ലിംഗാർച്ചന എന്നാണ്. ഇതിനായി ഡിസംബർ ആദ്യ വാരം തന്നെ പങ്കെടുക്കുന്നവരുടെ പേര് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പ്രിയപ്പെട്ട സ്വാമി ഈ ഉള്ളവർക്കും ഒരു അവസരം തന്നു. സായിരാം. ഈ പൂജയുടെ പ്രത്യേകത 1116 ലിംഗങ്ങളെ അതിൽ ഭഗവാനെ സെൻറ്ററിൽ വെച്ച് പൂജിക്കുക എന്നതാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അഷ്ടോത്തര ശതസഹസ്ര സായീശ്വര ലിംഗാർച്ചന ആണെന്നാണ് ഋത്തിക്കുകൾ അവകാശപ്പെട്ടത്. ഇതിൻ്റെ ആധ്യാത്മിക തത്വം 1116 ലിംഗങ്ങളെ 16 ആവരണങ്ങളിലായി, അതായത് 16 ലെവലിലായി കൈലാസ പ്രസ്ഥാനമായി പൂജിക്കുക എന്നതാണ്. ഓരോ ആവരണവും എന്താണെന്ന് വെച്ചാൽ ദേവതകൾ, പിന്നെ പ്രപഞ്ചത്തിലെ ഭഗവാന്റെ വിഭൂതികൾ, അതായത് സപ്ത നദികൾ, സപ്ത സമുദ്രങ്ങൾ, സപ്തർഷികൾ, പർവ്വതങ്ങൾ, പിന്നെന്താണ് നവഗ്രഹങ്ങൾ, ദേവതമാര്, അഷ്ടവസുക്കള്, ദ്വാദശാദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്, ദക്ഷിണാമൂർത്തി, ഇങ്ങനെ പോകുന്നു അതിൻ്റെ നീണ്ട നിര. 30 രാജ്യങ്ങളാണ് പങ്കാളിത്തം ഉണ്ടായിരുന്നത്. എല്ലാ രാജ്യത്തു നിന്നും മണ്ണും നിർദ്ദേശമനുസരിച്ച് മണ്ണും. ഒരു കാര്യം ചെയ്യോ, വീഡിയോ ഓഫ് ചെയ്തോളൂ, അപ്പൊ ക്ലിയർ ആവും. വീഡിയോ ഓഫ് പറഞ്ഞോളൂ. ഈ 32 രാജ്യങ്ങളിൽ നിന്നാണ് മണ്ണും ജലവും നിർദ്ദേശമനുസരിച്ച് കൊണ്ടുവന്നിരുന്നത്. ഈ 32 ഈ പിന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഋത്തുക്കളുടെ നിർദ്ദേശമനുസരിച്ച് പമ്പാ നദിയിലെ ജലവും, അതുപോലെ 1500-ൽ പരം വർഷം പഴക്കമുള്ള ഏതോ
സാരം എനിക്ക് കേൾക്കുന്നില്ല. ഇതേ അവസ്ഥയാണ് അല്ല മറ്റുള്ളവർക്കൊന്നും ജസ്റ്റ് അറിയില്ല. കേൾക്കുന്നില്ലല്ലോ. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് നോക്കോ. ശാന്ത പറയുന്നത് കേൾക്കുന്നില്ല. സായിരാം കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഇപ്പൊ തുടങ്ങി. ഇവിടെ ഇരുന്നാ മതി. ചിലപ്പോ മുറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാൽ ശരിയാവും. നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. പറഞ്ഞോളൂ. ഏതുവരെ കേട്ടോ എന്തോ. പമ്പാനദിയിൽ നിന്ന് ജലം കൊണ്ടുവന്നത് വരെ ആയുള്ളൂ. അപ്പൊ ആ 32 രാജ്യങ്ങളിൽ നിന്ന് ജലവും മണ്ണും കൊണ്ടുവന്നിരുന്നു. കേരളത്തിൽ നിന്നും ഋത്തുക്കളുടെ നിർദ്ദേശം അനുസരിച്ച് പമ്പാ നദിയിലെ ജലവും അതുപോലെ 1500 വർഷത്തിൽ പരം പഴക്കമുള്ള ഏതോ 2 അമ്പലങ്ങളിലെ മണ്ണും അവിടെ കൊണ്ട് എത്തിച്ചിരുന്നതായി അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഫെബ്രുവരി 16-ന് ഈ പൂജകരെല്ലാം ഞങ്ങളെല്ലാവരും ആ സത്സംഗ ഹാളിലെത്താൻ നിർദ്ദേശമുണ്ടായിരുന്നു രാവിലെ തന്നെ. അതനുസരിച്ച് എല്ലാവരും അവിടെ എത്തി. അന്ന് ഞങ്ങളുടെ കർത്തവ്യം ശിവലിംഗം പൂജിക്കാനുള്ള ശിവലിംഗം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഈ ജലവും 32 രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ജലവും മണ്ണും കൂട്ടി കുഴച്ച് ഏകദേശം വലിയ പന്തിന്റെ അത്രയും വലിപ്പമുള്ള ഉരുളകളാക്കി അവിടെ ടാർപ്പാളിന് നിരത്തി വെച്ചിരുന്നു. എന്നിട്ട് മേശയൊക്കെ ഇട്ടിട്ടുണ്ട്, കസേരകളും. 4 പേര് വീതം ഗ്രൂപ്പായിട്ട് ഒരു ബ്ലോക്ക് തന്നിട്ടുണ്ട്. ആ ബ്ലോക്കിനകത്ത് 8 ശിവലിംഗം ഉണ്ടാക്കാം. അത് 4 പേർക്കായിട്ടാണ്. അതുപോലെ 2-3 ഈ ഉരുളകളും ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവർ പറഞ്ഞതനുസരിച്ച് ഈ ബ്ലോക്കിൽ മുകളിലും 2 ഹോളുണ്ട്, താഴെയും 2 ഹോളുണ്ട്. അപ്പൊ ഈ ഉരുളകളിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് റോളാക്കി, ചെറിയ റോളുകളാക്കി ഇതിനകത്ത് ഈ ബ്ലോക്കിനകത്ത് കുത്തിത്തിരി വെക്കും. എന്നിട്ട് അമർത്തും, വെച്ച് പ്രസ് ചെയ്തിട്ട് തുറക്കുമ്പം 5 മുതൽ 8 വരെയുള്ള ശിവലിംഗങ്ങൾ അതിലുണ്ടാവും. മിക്കവാറും 5 ഉണ്ടാകാറുള്ളൂ, ചിലപ്പോൾ 4 ആയിരിക്കും. 8 കിട്ടുന്ന അപൂർവമാണ്. പക്ഷെ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, ഞാൻ വളരെ ചുരുക്കി പറയാണ്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ പല സെഷനുകളിലായി 17,000 ലിംഗങ്ങൾ അന്ന് നിർമ്മിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്ത ഫെബ്രുവരി 17-നാണ് നിർദ്ദിഷ്ട പൂജ. അതിന്റെ വെന്യൂ N6-ന്റെ ബാക്കിലുള്ള ആ വലിയ സ്പേസ് ഉണ്ടല്ലോ, മൈതാനം, അവിടെയാണ് നമ്മുടെ സ്വാമിയുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് ആഹാരം തരുന്ന ആ സ്ഥലം. അപ്പൊ അവിടെ രാവിലെ എത്തണമെന്ന് പറയുന്നു. 17-ന് രാവിലെ തന്നെ എത്തണമെന്ന് പറയുന്നു. ഈ പറഞ്ഞിരുന്ന സമയത്തിനും വളരെ മുമ്പേ തന്നെ ഈ പൂജകരെല്ലാം എത്തിച്ചേർന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കണ്ടത് വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു വലിയ മണ്ഡപം, അതിമഹത്തായ ഒരു മണ്ഡപം. അത് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഫ്രണ്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് കാണാം. അതായത് ആ മണ്ഡപത്തിന്റെ തെക്കും വടക്കും സൈഡുകളില് ശ്രീ പരമേശ്വരന്റെ വിവിധ ഭാവങ്ങളിലുള്ള രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു. കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. വിവിധ ഭാവങ്ങളുടെ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു. പിന്നെ കണ്ടത് അങ്ങ് ദൂരെ, ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഏറ്റവും അങ്ങ് അറ്റത്തായിട്ട് ഡയസാണ്. അപ്പൊ ഡയസിൽ 3 സ്ഥലത്തായിട്ട് പൂജിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഒരിടത്ത് ഡിവൈൻ ചെയറാണെങ്കിൽ നടുവിൽ സ്വാമിയുടെ ഗോൾഡൻ വിഗ്രഹം, അടുത്ത് ഇപ്പുറത്തെ സ്വാമി, അതിന്റെ വലത് സൈഡിലായിട്ട് കലശങ്ങള്, ലിംഗങ്ങൾ, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണുന്നത് അങ്ങനെയാണ്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അലങ്കാരത്തിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എന്നാൽ അത് കഴിഞ്ഞിട്ട് 2 സൈഡിലും 2 സ്ക്രീൻ വീതവും വെച്ചിട്ടുണ്ട്, അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രീനിൽ കൂടെ കാണാൻ വേണ്ടി. അപ്പോൾ അതിന്റെ ജ്യോതി പ്രജ്വലനം 10 മണിക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഡൈസിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത് ടേബിൾ എന്ന് പറഞ്ഞാൽ 2 അടി പൊക്കം കഷ്ടിച്ചേ വരൂ. അതായത് നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടിന്റെ അത്ര പൊക്കമേ ഉള്ളൂ ടേബിളിന്റെ പൊക്കം. പക്ഷെ വീതിയും നീളം ഒരേപോലെയാണ്. അത് 7 അടി കൂടുതൽ വരും. അതായത് ഒരു സൈഡിൽ കസേര ഇട്ടാൽ 4 കസേര ഇടാം. അങ്ങനെ ടേബിൾ അത് കുറേ എണ്ണം ഉണ്ട്, 1 മുതൽ 108 വരെ ഉണ്ട്. ഇതിന്റെ ഒരു അറ്റത്ത് ഒരു വടിയിൽ ഒരു നമ്പർ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് തലേ ദിവസം തന്നെ രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാവർക്കും നമ്പർ, ഒരു ബാഡ്ജ് തന്നിരുന്നു. അതിനകത്തും നമ്പറുണ്ട്. അപ്പൊ ഞങ്ങളെ അകത്ത് പ്രവേശിപ്പിച്ചു. ഇതിന്റെ പേര്, ഈ ടേബിളിന്റെ പേര്, വൈദിക നാമം പ്രസ്താരം എന്നാണ്. പ്രസ്താരം. അപ്പൊ ഈ പ്രസ്താരത്തില് ഒരറ്റത്ത് മൂലയ്ക്കായിട്ട് 4 ബോക്സ് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 അടി നീളവും വീതിയുമുള്ള ബോക്സ്. അത് കഴിഞ്ഞ് അത് നോക്കുമ്പോൾ കണ്ടത് ഈ ടേബിളുകളെല്ലാം നല്ല വെളുത്ത വെള്ള എന്തോ ഒരു മെറ്റീരിയല്, അതുകൊണ്ട് താഴെ അറ്റം വരെ ഭംഗിയായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഒരു ഞൊറിവോ ചുളുക്കോ യാതൊന്നും ഇല്ലാതെ. അപ്പൊ തുണിയല്ല,
വേറെന്തോ ഒരു മെറ്റീരിയലാണ്, വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അതിൽ കണ്ടത് ഈ ചെറിയ 1 രൂപ കോയിൻ വലിപ്പത്തിലുള്ള വട്ടങ്ങൾ, അവിടെ ഇവിടെ അങ്ങനെ നടുക്ക് കുറേ വട്ടങ്ങൾ, ചുറ്റിനും പല ഗ്രൂപ്പുകളായിട്ട് 7, 9, 8, 11, 12, ചിലയിടത്ത് 2, 3, പിന്നെ ഒരിടത്ത് 1 മാത്രം, അത് ദക്ഷിണാമൂർത്തിയാണ്. പിന്നെ 4 ചുറ്റിനും കോട്ട പോലെ മതിൽ പോലെ 3, 4 ഇതായിട്ട് ഈ കോയിൻ വലിപ്പത്തിലുള്ള വട്ടങ്ങൾ വരഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് അവിടെ തറയിൽ വെച്ചുള്ള കാർപ്പറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഉപവിഷ്ടരായി. ഈ പ്രസ്ഥാനത്തിൽ ചാരാനോ തൊടാനോ പാടില്ല. അപ്പോൾ ഡയസിൽ പിന്നെ 10 മണിയാകാറായി. നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീ RJ രത്നാകർ സാർ വന്ന് ജ്യോതി പ്രജ്വലനം നടത്തി, ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇനാഗുറൽ അഡ്രസ്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഋത്തുക്കുകളുടെ ഡയസിൽ പിന്നെ പൂജ ചെയ്യാനുള്ള ആചാരപ്രകാരമുള്ള മഹാഗണപതി പൂജ, മഹാസങ്കല്പം, പുണ്യാഹം, കലശസ്ഥാപനം എന്നീ പൂജകളെല്ലാം ചെയ്തു. അപ്പം ഇതിനെല്ലാം വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ഘോഷിക്കുകയാണ്. അവിടെ മുഴുവനും വേദമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ്. ഒരു പുൽനാമ്പ് പോലും അത് കേട്ട് പുളകിത ആകത്തക്ക രീതിയിലുള്ള വേദമന്ത്രങ്ങളാണ് അവിടെ ജപിച്ചത്. നമ്മളൊക്കെ വളരെ ഭക്തിയോടെ ആനന്ദത്തോടെ അത് ശ്രവിച്ച് വീക്ഷിച്ചും കൊണ്ടിരുന്നു. ശേഷം എത്തുക്കൾ പറഞ്ഞത് മഹാന്യാസം അവർ ചൊല്ലും. അപ്പോൾ നമ്മളോട് എണീറ്റ് നിന്ന് ഈ പ്രസ്ഥാനത്തിൽ മുട്ടുകുത്താതെ കമിഴ്ന്ന് കിടക്കാതെ നേരെ കുനിഞ്ഞു നിന്ന് ഏറ്റവും മുകളിലുള്ള ഈ ബോക്സ് 4 ബോക്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് മുകളിലത്തെ ബോക്സിൽ ഓറഞ്ച് ലിംഗങ്ങളാണ്. ആ ലിംഗങ്ങളെടുത്ത് നടുവിലത്തെ വട്ടങ്ങളിൽ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ 16 പേരാണ് 4 സൈഡിലായിട്ട്. 16 പേരും കൂടെ ഈ 108 പ്രസ്ഥാനത്തിലും ശിവലിംഗ സ്ഥാപനം തുടങ്ങി. അത് നടുവിലുള്ള വട്ടങ്ങളിൽ അത് സ്ഥാപനം കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കുറച്ച് മൺലിംഗങ്ങൾ കൊണ്ടും സ്ഥാപനം ചെയ്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടത് സ്വാമി, നമ്മുടെ സ്വാമി ഭഗവാൻ ശ്രീ സത്യസായി ബാബ തെളിഞ്ഞ് വിളങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ഈ ഓറഞ്ച് ലിംഗങ്ങൾ വെച്ചപ്പോൾ. 108 പ്രസ്ഥാനത്തിലും ഭഗവാൻ ശ്രീ സത്യസായി ബാബ തെളിഞ്ഞ് വിളങ്ങി നിൽക്കുന്നു. അപ്പം നമുക്ക് എന്താണ് അതിൽ ആനന്ദം എന്ന് പറയാൻ പറ്റൂല. എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിച്ചു പോയി. 484 ലിംഗങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ ഈ രൂപപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ഋത്തുക്കളുടെ നിർദ്ദേശം അനുസരിച്ച് ചുറ്റിനുമുള്ള ആ ഗ്രൂപ്പ് ലിംഗങ്ങളുണ്ടല്ലോ, പല ഗ്രൂപ്പുകളായിട്ട് ഓരോ ആവരണങ്ങളാണത്, അതിലൊക്കെ മൺലിംഗങ്ങൾ സ്ഥാപനം ചെയ്തു. എന്നിട്ട് ചുറ്റിനുമുള്ള കോട്ട പോലുള്ള മതിലുകൾ പോലുള്ളതിലും എല്ലാ ലിംഗങ്ങളും മൺലിംഗങ്ങളും സ്ഥാപനം ചെയ്തു. അപ്പോൾ അങ്ങനെ 1116 ലിംഗങ്ങൾ ഓരോ പ്രസ്ഥാനത്തിലും സ്ഥാപിച്ചു. അപ്പം 12:30 സ്ഥാപനം പൂർത്തിയായി, ലിംഗസ്ഥാപനം പൂർത്തിയായി. പിന്നെ ഋത്തിക്കുകൾ മഹാന്യാസവും പൂർത്തിയായി. ഇപ്പോൾ ഡയസിൽ അഷ്ടോത്തര ശതനാമാവലി കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്ത് മഹാമംഗള ആരതി എടുക്കുന്നതോടുകൂടി രാവിലത്തെ സെഷൻ സമാപിച്ചു. വൈകുന്നേരം 6:15 പൂജ തുടങ്ങുന്നത്. 5:30 തന്നെ എത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ 1 മണിക്കൂർ മുമ്പേ അവിടെ എത്തി. നമ്മളെല്ലാം ക്യൂ ആയിട്ട് നിന്നു. സമയത്തെ അവർ പ്രവേശിപ്പിക്കൂ, അതുകൊണ്ട് അവിടെ നിന്ന് ക്യൂ ആയിട്ട് നിന്നു. ആദ്യത്തിൽ ഫ്രണ്ടിൽ അങ്ങനെ ക്യൂ ആയിട്ട് നിന്നു. ഞാനും ഏകദേശം ഫ്രണ്ടിലാണ് നിന്നത്. അപ്പോൾ കണ്ടത്, രാവിലെ ഞങ്ങൾ തറയിലാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ പോയപ്പോൾ കണ്ടത്, വൈകുന്നേരം ഇപ്പോൾ കണ്ടത്, ഈ ഓരോ പ്രസ്ഥാനത്തിന് ചുറ്റും നീല കളറുള്ള കസേര, എല്ലാം നീലയ്ക്കാണ് അവിടെ പ്രാധാന്യം, ശിവന്റെ ആരാധന ആയതുകൊണ്ട്. നീല കളറുള്ള കസേരകൾ നല്ല തൂവുള്ള ഉടുപ്പണിഞ്ഞ് ഞങ്ങളെ കാത്തിരിക്കുന്നതാണ് കണ്ടത്. ഈ ഓരോ കസേരയിലും നീല കളറുള്ള ബാഗ് വച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ എല്ലാം പ്രവേശിപ്പിച്ചു. ഓരോരുത്തരും അവരവരുടെ പ്രസ്ഥാനത്തിൽ നമ്മുടെ ബാഡ്ജിൽ തന്നിരിക്കുന്ന നമ്പർ അനുസരിച്ച് അവരുടെ പ്രസ്ഥാനത്തിൽ അതേ നമ്പറിൽ ആ സീറ്റിൽ ഉപവിഷ്ടരായി. ഈ ബാഗിനകത്ത് പൂജാ സാധനങ്ങളാണ്, അതായത് അക്ഷതം, ഭസ്മം, കുങ്കുമം, ചന്ദനം, വെറ്റില പാക്ക്, പുഷ്പം, ഒരു ചെറിയ കുപ്പി വെള്ളം, പിന്നെ പഴം, ഇത്രയും സാധനങ്ങളുണ്ട്. എന്നിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, ഓരോ പ്രസ്ഥാനത്തിൻ്റെയും കിഴക്ക് ഭാഗത്ത് നടുവിലായി ശംഖ് ഉൾപ്പെടെയുള്ള പൂജാ സാമഗ്രികൾ. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തായി നടുവിലായിട്ട് പൂർണ്ണകുംഭം. ഇത്രയാണ് ഒരു പ്രസ്ഥാനത്തിലെ കാര്യങ്ങൾ. അപ്പം ലിംഗങ്ങളൊക്കെ വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പൂജ തുടങ്ങാറായി. 6:15 പൂജ പറഞ്ഞിട്ടുള്ളത്.
എത്തുക്കുകളുടെ നിർദ്ദേശം അനുസരിച്ച് അവര് വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ വേറൊരാളിൽ നിന്ന് പറഞ്ഞു തരും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോ ആവരണം 16 ആവരണങ്ങളിലായി ഭഗവാനെ പൂജിക്കുകയാണ്. അപ്പൊ സായിരാം സായിരാം കേൾക്കുന്നില്ലേ? പറഞ്ഞോളൂ, കേൾക്കാം. ഓരോ നന്നായിട്ട് ആവരണങ്ങളും കേൾക്കാം, നന്നായിട്ട് പറയുന്നുണ്ട്. ഓരോ ആവരണങ്ങളായി സ്വാമിയെ പൂജിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ആവരണം ഈ അക്ഷതം, കുങ്കുമം, ചന്ദനം, ഭസ്മം ഇതെല്ലാം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്തു ഓരോ ലിംഗത്തെയും, ഓരോ ഗ്രൂപ്പിലെ ലിംഗത്തെയും എല്ലാവരും തന്നെ അർച്ചന ചെയ്തിട്ട് ഓരോ ആവരണം എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ആരതി, അഘോരേഭ്യോ മന്ത്രം പറഞ്ഞ ഒരു ആരതി, ശിവോപാസന മന്ത്രത്തിലെ അഘോരേഭ്യോ മാത്രം പറഞ്ഞ് ഒരാരതി. അങ്ങനെ 15 ആവരണങ്ങളെയും നമ്മൾ പൂജിച്ചു. 16ാമത്തെ ആവരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ മഹാലിംഗം, ആ മഹാലിംഗമാണ് 16ാമത്തെ ആവരണം. സുപ്രീം മാസ്റ്റർ ശിവശക്തി ഭഗവാനെയാണ് പിന്നെ പൂജിക്കേണ്ടത്. 15 ആവരണം പൂജിച്ചു കഴിയുമ്പോൾ 16ാമത്തെ ആവരണത്തിൽ നമ്മൾ എത്തുമ്പോൾ അത് മഹാലിംഗം, അത് ഭഗവാനാണ്, ശിവശക്തി ഭഗവാനാണ്. സുപ്രീം മാസ്റ്ററായ ശിവശക്തി ഭഗവാൻ സ്വാമിയാണ് പൂജിക്കേണ്ടത്. നമ്മളെല്ലാ പൂജാ സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ, വളരെ ആവേശത്തോടെ, എന്നാൽ പക്വതയോടെ നമ്മൾ എല്ലാ പൂജാ സാധനങ്ങളും ഭഗവാനെ പൂജിച്ച് നൈവേദ്യം അർപ്പിച്ചു, മഹാമംഗളാരതി എടുത്തു. എല്ലാവരും തന്നെ ഈ 1116 ലിംഗങ്ങളെയും പൂജിച്ചു. എല്ലാവരും തന്നെ ആരതിയും എടുത്തു. അതാണ് ആ പൂജയുടെ മഹത്വം. അങ്ങനെ ഭഗവാൻ ഷോഡശ കല പരിപൂർണനാണല്ലോ. അങ്ങനെ ഈ 16 ആവരണങ്ങളെയും പൂജിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സടങ്ങി, മനസ്സില്ല. പിന്നെ നമ്മൾ ആ ഒരു ഭൂമിയിലൊന്നും ആയിരുന്നില്ല, നമ്മൾ എവിടെയൊക്കെയോ ആയിരുന്നു, അതിനേക്കാളും വളരെ ഉയർന്ന തലത്തിലായിരുന്നു എല്ലാവരും തന്നെ. ആ ഒരു അന്തരീക്ഷമായിരുന്നു. ഈ വേദമന്ത്ര ജപവും ഇതൊക്കെ കൊണ്ട്, ആ പഞ്ചവാദ്യം ഇതൊക്കെ കൊണ്ടൊരു ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പം മനസ്സ് ബീങ് അവയർനെസ് ബ്ലിസ് അബ്സല്യൂട്ട്, ബാബ എന്നതിൻ്റെ ഫുൾ ഫോം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആയിരുന്നു. അതാണ് ശരിയായ കൈലാസം എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ പൂജ സമാപിച്ചപ്പോൾ രാത്രി 9:30 കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് എത്തണം എന്നായിരുന്നു നിർദ്ദേശം. എല്ലാവരും തന്നെ നേരത്തെ പോലെ തന്നെ നേരത്തെ എത്തി ഈ പൂജാ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത്, അതായത് ലിംഗങ്ങള്, കലശങ്ങള്, പിന്നുള്ള പൂജാ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയ ചെറുതും വലുതുമായ താലങ്ങളിൽ എടുത്തിട്ട് എല്ലാവരും തന്നെ, അതായത് കലശം വഹിക്കുന്നവര് ഏറ്റവും ഫ്രണ്ടിലും പിന്നിലായി മറ്റുള്ളവരും 4 ലൈനിലായി മേളങ്ങളോടെ, പഞ്ചവാദ്യ മേളങ്ങളോടെ 4 ലൈനിലായി ചെരുപ്പിടാതെ ഈ ആ ഭാഗത്തുനിന്ന്, ആ വെന്യൂവിൽ നിന്ന് നമ്മൾ പതുക്കെ നടന്നു നീങ്ങി. വേദമന്ത്ര ജപത്തോടെയും ഭജനയോടും കൂടി നമ്മൾ നടന്നു നീങ്ങി. നേരെ എവിടേക്ക് പോയി? ബർത്ത് പ്ലേസായ ശിവാലയത്തിലേക്ക്. അപ്പൊ ഞങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ ചെരുപ്പിട്ടിട്ടില്ല, സോക്സിലാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളെ കണ്ടവര്, വഴിയിൽ അവിടെ ആയിട്ട് കണ്ടവരെല്ലാം ഞങ്ങളെ കൂടെ ചേർന്നു. അതൊരു മഹാഘോഷയാത്രയായിട്ട് മാറി. അല്ലാതെ തന്നെ നിറയെ ആളാണ്. ഈ ആളുകളും കൂടെ ചേർന്നപ്പോൾ ഒരു വലിയ ഘോഷയാത്രയായിട്ട് മാറി. എന്നിട്ട് സത്യാമ്മ ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടുന്ന് നല്ല കോർഡിനേഷൻ ആയിരുന്നു. കയറ് പിടിച്ചിട്ട് സിംഗിൾ ലൈനായിട്ടാണ് ശിവാലയത്തിലേക്ക് വിട്ടത്. കാരണം ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ അമ്പലത്തിന് കഴിയില്ലല്ലോ, അതുകൊണ്ട് സിംഗിൾ ലൈനായിട്ട് വിട്ടു. അപ്പൊ കലശത്തിലെ ആ മന്ത്രപൂരിതമായ ദിവ്യജലം, അവിടെ മഹാദേവന്റെ ഫ്രണ്ടില് സ്വാമിയുടെ ഗോൾഡൻ വിഗ്രഹം, ഡയച്ചിരുന്ന ഗോൾഡൻ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതില് അഭിഷേകം ചെയ്തു, ഭഗവാനെ അഭിഷേകം ചെയ്തു. ഈ 108 കലശങ്ങളും മന്ത്രപൂരിതമായ ദിവ്യജലം കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് നമ്മളെല്ലാം 1 by 1 ആയിട്ട് ഈ കയ്യിലെ പൂജാ സാധനങ്ങളും കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനമെടുത്ത്, നമഃശിവായ ജപിച്ചുകൊണ്ട് ദർശനമെടുത്തു. ഓരോരുത്തരായിട്ട് ദർശനമെടുത്തിട്ട് അതേപോലെ നാമം ജപിച്ച് 1 by 1 ആയിട്ട് സിംഗിൾ ലൈനിൽ സത്യാമ്മ ക്ഷേത്രം വരെ എത്തി. അവിടെ എത്തിയപ്പോൾ 4 ലൈനിലായിട്ട് വീണ്ടും പ്രൊസഷൻ 4 ലൈനിലായി. അപ്പോൾ അങ്ങനെ പോവുകയാണ് മന്ത്രം ജപിച്ച്. പക്ഷെ നമ്മൾ ചായ പോലും കുടിച്ചിട്ടില്ല, കാലിൽ ചെരുപ്പില്ല. സൂര്യൻ അങ്ങ് കത്തി ജ്വലിക്കാൻ തുടങ്ങി. സൂര്യനാരായണ സ്വാമി നമ്മളോട് ഒരു ദൈവം കാണിക്കാതെ കത്തി ജ്വലിക്കുകയാണ്. പക്ഷേ ഒരു ദാഹമോ ഒരു ചൂടോ ചെരുപ്പിടാത്തോണ്ട് എന്തെങ്കിലും പ്രയാസമോ വിശപ്പോ യാതൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ശരീരബോധം ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്.
ആർക്കും തന്നെ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായില്ല. ഒരു പിന്നെ സംഭവം ഉണ്ടായില്ല, ഒരു മോശമായ സംഭവം ഉണ്ടായില്ല. എല്ലാവരും നാമജപം, വേദമന്ത്രം അല്ലെങ്കിൽ നമശിവായ അല്ലെങ്കിൽ ഭജന ഇങ്ങനെ പാടിക്കൊണ്ട് നമ്മൾ അങ്ങനെ നടന്ന് നീങ്ങുകയായിരുന്നു ചിത്രാവതിയിലേക്ക്. അപ്പോൾ ചിത്രാവതിയിലെത്തി, എല്ലാവരും ചിത്രാവതിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഈ ലിംഗങ്ങളെല്ലാം ആ ചിത്രാവതിയിൽ നിമജ്ജനം ചെയ്തു. ഈ പൂജാ വസ്തുക്കളും നിമജ്ജനം ചെയ്ത് മഹാമംഗള ആരതി എടുത്തു. അപ്പം ഈ മഹാമംഗള ആരതി എടുത്ത് ഭഗവാന് ഈ അതിമഹത്തരമായ പൂജ സമർപ്പിച്ചു. ഈ ഋത്തുക്കൾ പറഞ്ഞത്, ഇതുവരെ ഇങ്ങനെ ഇത്രയും മഹത്തരമായ ഒരു പൂജ ഈ ലോകത്തിൽ ഒരിടത്തും നടന്നിട്ടില്ല. ഇത് ലൈഫ് ടൈമിൽ ഒരിക്കലേ ഇതിൽ പങ്കെടുക്കാൻ പറ്റൂ, ഇതിൽ പങ്കെടുത്തവരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെ ഋത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ഇത്രയും, അതായത് പൂജ അതിലെ തത്വം, ഈ പ്രപഞ്ചത്തിന് 15 ആവരണങ്ങളായി പ്രപഞ്ചത്തിനെ പൂജിച്ചിട്ട്, അതായത് പ്രപഞ്ചം മായയാണെന്നാണല്ലോ പറയുന്നത്. അപ്പം മായ, അതിനെ പൂജിച്ചാലേ നമുക്കത് കഴിഞ്ഞ് ആ പരമാത്മ തത്വത്തിൽ എത്താൻ പറ്റും. അപ്പം ഈ പ്രപഞ്ചത്തിലെ 15 ആവരണങ്ങളെയും പൂജിച്ചിട്ട് ആ 16ാമത്തെ ആ നിത്യനായ സത്യമായ ആ ബ്രഹ്മതത്വത്തിനെ പൂജിക്കുക എന്നുള്ളതായിരുന്നു ഇതിലെ തത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അത് ശരിക്കും ഒരു വളരെ വലിയ ഒരു കാര്യമാണല്ലോ ശരിക്കും. അത് മാത്രമല്ല, ഇത്രയും സമയം 11:30 അപ്പോഴത്തേക്കും ഇത്രയും സമയമായിട്ടും ചായ പോലും കഴിച്ചിട്ടില്ല. ഈ വെയിൽ അത്രയും കൊണ്ടു, പക്ഷെ നമുക്കൊരു ചൂടും തോന്നിയില്ല, ഒരു വിശപ്പും തോന്നിയില്ല, ദാഹം തോന്നിയില്ല. എല്ലാവരും വളരെ വളരെ എനർജറ്റിക് ആയിരുന്നു. വളരെ ആനന്ദമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ ആ പൂജ, മഹത്തമമായ പൂജ പര്യവസാനിച്ചു. ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു. അപ്പൊ അവിടെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഒരു പരമഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇതിൽ പറയുന്ന ഒരു ഭാഗ്യം കിട്ടാനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മാത്രമല്ല, ഇത് എനിക്ക് എപ്പോഴും സ്മരിക്കാൻ കഴിയണമെന്നും ആ ബോധം മറയണത് വരെ ഇത് സ്മരിച്ചുകൊണ്ട് ജീവിക്കാനും ആ സമയത്ത് ഈ സ്മരണയിൽ പോകാനും സാധിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പൊ ഇതെല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ ആ ദിവ്യ കമലചരണങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും സായിരാം, ജയ് സായിരാം. ശാന്തമ്മ വളരെ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. കാരണം ശരിക്കും ഇത് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ നടന്നൊരു പൂജ തന്നെയാണ്, സംശയമൊന്നുമില്ല. മാത്രമല്ല, അത് മനോഹരമായ ഭാഷയിൽ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് പ്രത്യേക സായിരാം. താങ്ക് യു സോ മച്ച് സായിരാം. ഇനിയിപ്പോ ഭഗവാന്റെ ഒരു ഇതുണ്ടാവും, ക്ലിപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു ഭജന ഉണ്ട്, పాడണം. ఒకనాడు ఒక ఐఏఎస్ ఆఫీసరు క్యాంప్ వేశాడు ఒక తాలూకాకు. One IAS officer came on a camp to a taluk. ఆ యొక్క క్యాంప్ యొక్క ఇంటి లోపల చాలా భూతాలు ఉన్నాయని అందరూ బెదిరిస్తూ వచ్చారు. And all people said, don't go anywhere near that house because full of demons. సార్, మీరు తెల్ల శరీరం వారు, మీకు అది కనిపించదు, నల్లని శరీరం వారికి అంత కనిపిస్తుంది, అందులో భూతములు ఉంటున్నాయి అని ప్రశ్నించారు. Everybody said, sir, you are a white man, you cannot see demons there in that house, only we can see that, don't go anywhere near it. ఏమిటి అందరూ ఇదే విధంగా చెప్తున్నారు? ఈ ఇంటిలో పిశాచం ఉంటుండదా, ఎట్ట ఉందో చూస్తామన్నారు. And this white man wanted to really see that demon there. ఒక లైట్ తీసేశాడు, చిన్నది బెడ్ లైట్ పెట్టుకున్నాడు. He had switched off the main light and he was carrying a small lamp. ఆ బెడ్ లైట్ లోపల నుంచి తాను మేలుకున్నాడు పాపం. And he got up. కాలు పైన కాలు వేసుకొని తాను ఏదో విచారం చేస్తూ అల్లాడిస్తూ ఉంటున్నాడు. He sat cross-legged, moving both the legs. దాని నీడ గోడ పైన కనిపించింది. And the very shadow was seen on the wall there. అది కూడా ఏదో ఆడుతూ ఉండినట్టుగా కనిపించింది. And he could see both the legs moving in front of him. కానీ ఈ అజ్ఞాని యోచించాడు, అదిగో వచ్చింది దయ్యం. Now this fool thought, now there is that evil spirit. దాన్ని పట్టి కొట్టాలి. I should catch hold of it. అన్నాడు. పక్కన ఉన్నటువంటి పిస్టల్ తీసుకున్నాడు, దాన్ని కొట్టాడు. And he caught hold of the pistol and shot it. కట్ట కనపడి తన వేలే పోయింది. And ultimately what happened? He lost his own. ఈ విధంగా తన నీడను చూసి తాను భ్రమించి
He is deluded by his సమస్త own self. బాధలకు కూడా గురి అవుతుంటాడు మానవుడు. And man suffers being deluded. మనము తప్ప ప్రపంచంలో ఏది కూడా లేదు. In fact, nothing exists other than you. సర్వులు కూడా దైవ స్వరూపులే. All are essentially divine. ഭജന പാടിക്കോളൂ. ശാന്ത, ഭജന ശോഭാജിയാണ്. ശോഭയാണോ? ശോഭ എവിടെ പോയി? ശോഭ ഉണ്ട് ഇതിനകത്ത്. ശോഭ പാടൂ. സൈറാം, ശോഭ, ലക്ഷ്മൺ. സായിരാം. ഭജന പാടൂ. മാനസ ഭജരേ ഗുരുചരണം, മാനസ ഭജരേ ഗുരുചരണം, സായി ചരണം പ്രണമാമ്യഹം, സായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം. നിർമ്മല ഹൃദയ വിരാജിത ചരണം, നിർമ്മല ഹൃദയ വിരാജിത ചരണം, സകല ചരാചര വ്യാപക ചരണം, സകല ചരാചര വ്യാപക ചരണം, ഭവസാഗ ഉദ്ധാരക ചരണം, ഭവസാഗ ഉദ്ധാരക ചരണം, സായി ചരണം പ്രണമാമ്യഹം, സായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം. മാനസ ഭജരേ ഗുരുചരണം, സായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം. നിർമ്മല ഹൃദയ വിരാജിത ചരണം, സകല ചരാചര വ്യാപക ചരണം, ഭവസാഗര ഉദ്ധാരക ചരണം, സായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം. മാനസ ഭജരേ ഗുരുചരണം, സായി ചരണം പ്രണമാമ്യഹം, സത്യസായി ചരണം പ്രണമാമ്യഹം. മനോഹരായിട്ട് പാടി ശോഭ. വെരി നൈസ്. സായി ഉപമ. ഭക്തർ ഈശ്വരന് നേരെ തിരിയുന്നതിലും വേഗത്തിൽ ഈശ്വരൻ ഭക്തന്റെ നേരെ പാഞ്ഞടുക്കുന്നു. നിങ്ങൾ ഈശ്വരന് നേരെ ഒരു ചുവട് വെക്കുകയാണെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്കു നേരെ 100 ചുവടുകൾ വെക്കുന്നു. ഭഗവാന്റെ സ്നേഹം ഒരച്ഛനേക്കാളും അമ്മയെക്കാളും ഉപരിയായ സ്നേഹമാണ്. തന്നിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച അനേകം സാധുജനങ്ങളെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തതുപോലെ ഈശ്വരൻ നിങ്ങളുടെ അന്തരംഗത്തിൽ വസിച്ചുകൊണ്ട് നിങ്ങളെ പരിപോഷിപ്പിക്കും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു,
സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.